ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെ നടക്കാൻ പോകുന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2025 സാഹിത്യ നൊബേൽ ലഭിച്ചത് 2025 സാഹിത്യ നൊബേൽ ലഭിച്ചത് ആർക്കാണ്? ലെസ്ലോ ക്രിസ്നഹോർക്കൈ. ലെസ്ലോ ക്രിസ്നഹോർക്കൈക്കാണ് 2025 സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടി. സിനിമ ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷംല ഹംസയ്ക്കാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. കേരള ഗവർണർ. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ. ഏത് രാജ്യത്താണ് ഡില്ല എന്ന AI മന്ത്രിയെ നിയമിച്ചത്? ഏത് രാജ്യത്താണ് ഡില്ല എന്ന AI മന്ത്രിയെ നിയമിച്ചത്? അൽബേനിയ. അൽബേനിയയിലാണ് ഡില്ല എന്ന AI മന്ത്രിയെ നിയമിച്ചത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം. സംസ്ഥാനത്ത് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിന് +1+2 വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷൻ. സംസ്ഥാനത്ത് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിന് +1+2 വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷൻ ഏതാണ്? HPV വാക്സിനേഷൻ. HPV വാക്സിനേഷനാണ് സംസ്ഥാനത്ത് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിന് +1+2 വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷൻ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യം ഏതാണ്? കിഴക്കൻ ടിമോർ അഥവാ ടിമോർ ലെസ്റ്റെ. കിഴക്കൻ ടിമോർ അഥവാ ടിമോർ ലെസ്റ്റെയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യം. 2025 കബഡി ലോകകപ്പ് വേദി ഏത്? 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്?
ഇംഗ്ലണ്ടാണ് 2025 കബഡി ലോകകപ്പ് വേദി. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത്. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? ഇ. സന്തോഷ് കുമാർ. നോവൽ തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ എന്ന നോവലിന് ഇ. സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2024 48ാമത് വയലാർ അവാർഡിന് അർഹനായത്. 2024 48ാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? അശോകൻ ചരുവിൽ. നോവൽ കാട്ടൂർക്കടവ്. കാട്ടൂർക്കടവ് എന്ന നോവലിന് അശോകൻ ചരുവിലിനാണ് 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2028 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുക? 2028 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുക? ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ജെ ഡി വാൻസ്. ജെ ഡി വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ശാസ്താംപാറ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. സൗദി അറേബ്യ. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ആന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. അജയ് ബംഗ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഗ്യാനേഷ് കുമാർ. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിതിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? വിക്രം മിശ്രി. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? വിക്രം മിശ്രി. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. എ. ജയതിലക്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ. ജയതിലക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി. രാമസുബ്രഹ്മണ്യൻ. വി. രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്?
ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസർ ആരെല്ലാമായിരുന്നു? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഉഷസ്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അമേരിക്ക. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അമേരിക്ക. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണം. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണം. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? പത്മവിഭൂഷൺ. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതിയാണ് പത്മവിഭൂഷൺ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഓപ്പറേഷൻ അജയ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഏതാണ്? സ്പാഡെക്സ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഏതാണ്? സ്പാഡെക്സ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏത്? അമ്മ മനസ്സ്. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏത്? അമ്മ മനസ്സ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100. 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 100. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ജില്ലകൾ ഏതൊക്കെ? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്.
ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ്? ജപ്പാൻ. സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ്? ജപ്പാൻ്റെ. ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ചിറ്റയം ഗോപകുമാർ. ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ? സുമൻ ബെരി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെരി. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്? തളിപ്പറമ്പ്. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. ലോകത്തിലെ ആദ്യത്തെ 5G മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം? ദക്ഷിണ കൊറിയ. ലോകത്തിലെ ആദ്യത്തെ 5G മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം? ദക്ഷിണ കൊറിയ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? സ്വീഡൻ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? സ്വീഡൻ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ആസാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ആസാം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? A. ഷാജഹാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? പാരീസ്, ഫ്രാൻസ്. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? പാരീസ്, ഫ്രാൻസ്. 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഇന്ത്യ. 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഇന്ത്യ. ദ്രൗപദി മുർമു ഏതു സമുദായത്തിൽ നിന്നാണ് ആദ്യമായി ഇന്ത്യൻ രാഷ്ട്രപതിയായത്? ആദിവാസി. ദ്രൗപദി മുർമു ഏതു സമുദായത്തിൽ നിന്നാണ് ആദ്യമായി ഇന്ത്യൻ രാഷ്ട്രപതിയായത്? ആദിവാസി സമുദായത്തിൽ നിന്ന്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡർ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ട്രാൻസ്ജെൻഡർ. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്? 2023 ഓഗസ്റ്റ് 23. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമമായ മുധേര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമമായ മുധേര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം? പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഗായത്രി സ്പിവാക്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി വിക്ഷേപിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്?
SDX-01 ആൻഡ് SDX-02. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01 ആൻഡ് SDX-02. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? യോദ്ധാവ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? യോദ്ധാവ്. 2025 മാർച്ച് 31 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ശേഷിയുള്ള സംസ്ഥാനം രാജസ്ഥാൻ. 2025 മാർച്ച് 31 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ശേഷിയുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. എവിടെയാണ് കൃഷിവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. എവിടെയാണ് കൃഷിവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. 2025 20ാമത് G20 ഉച്ചകോടി വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 20ാമത് G20 ഉച്ചകോടി വേദിയാണ് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് കോലാലംപൂർ, മലേഷ്യ. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് ക്വാലാലംപൂർ, മലേഷ്യ. 2025 കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദി ബെലേം, ബ്രസീൽ. 2025 കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദി ബെലേം, ബ്രസീൽ. പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യെല്ലോ ബെൽ. പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് യെല്ലോ ബെൽ. ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിന്റെ 2024 ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് മിഷേൽ ബാച്ലെറ്റ്. ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിന്റെ 2024 ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് മിഷേൽ ബാച്ലെറ്റ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് എൽദോസ്പോൾ ട്രിപ്പിൾ ജംപ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് എൽദോസ്പോൾ ട്രിപ്പിൾ ജംപ്. ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ കലാ സംവിധായകൻ തോട്ടാധരണി. ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ കലാ സംവിധായകനാണ് തോട്ടാധരണി. 2025 വനിതാ കബഡി ലോകകപ്പിന് വേദിയായത് ബംഗ്ലാദേശ്. 2025 വനിതാ കബഡി ലോകകപ്പിന് വേദിയായത് ബംഗ്ലാദേശ്. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ, ശ്രീലങ്ക. കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ, ശ്രീലങ്ക. കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. കാഴ്ചപരിമിതരുടെ ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഐരാവത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഐരാവത്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈന. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈന. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം തേജസ്. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനമാണ് തേജസ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഇ-ക്യൂബ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഇ-ക്യൂബ്. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? പാർലമെന്ററി കാര്യ സമിതി.
മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? പാർലമെൻ്ററി കാര്യ സമിതി. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് 608 ദിവസങ്ങളാണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ആർദ്രം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി. ക്രൈം മാപ്പിംഗ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ്. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? മൈക്രോ RNA. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? മൈക്രോ RNA. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരുമെന്ന് വിധിച്ച കേസ്. വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരുമെന്ന് വിധിച്ച കേസാണ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. എത്ര ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലെത്തിയത്? 286 ദിവസത്തെ. എത്ര ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലെത്തിയത്? 286 ദിവസത്തെ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തതെന്ന്? 2025 മെയ് 2. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തതെന്ന്? 2025 മെയ് 2. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? വികസിത് ഭാരത് അറ്റ് 2047. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? വികസിത് ഭാരത് അറ്റ് 2047. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? NVS-02. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? NVS-02. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? നൃത്തം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? നൃത്തം.
കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എ. ഷാജഹാൻ. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എ. ഷാജഹാൻ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15ാം കേരള നിയമസഭ. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഇസ്രയേൽ. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഇസ്രയേൽ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാര്? പ്രഭ വർമ്മ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരാണ്? പ്രഭ വർമ്മ. 77ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായിക? പായൽ കപാഡിയ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായക പായൽ കപാഡിയ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്ത്. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? എൻപ്രൗഡ്. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എൻപ്രൗഡ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? ഡി. ഗുകേഷ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേരാണ് ഡി. ഗുകേഷ്. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം? 2025. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം 2025. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നേർവഴി. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ? റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. എത്രാമത്തെ കേരളപ്പിറവി ദിനമാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്? 69ാമത്. എത്രാമത്തെ കേരളപ്പിറവി ദിനമാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്? 69ാമത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്? 2025 നവംബർ 1. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്? പി.ബി. അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചതാണ് പി.ബി. അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല. 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്? ശശികുമാർ മാധ്യമപ്രവർത്തനം, ജിനുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി കായികം, എം.കെ. വിമൽ ഗോവിന്ദ് സംരംഭം,
ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം. 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചതാണ് ശശികുമാർ മാധ്യമപ്രവർത്തനം, ജിനുമോൾ മാരിഡ് തോമസ്, അഭിലാഷ് ടോമി കായികം, MK വിമൽ ഗോവിന്ദ് സംരംഭം, ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ദ്വിരാഷ്ട്ര നാവികാഭ്യാസം ഇന്ദ്ര 2025 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ? റഷ്യ. ദ്വിരാഷ്ട്ര നാവികാഭ്യാസം ഇന്ദ്ര 2025 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലായിരുന്നു? റഷ്യ.